30-ാം ദിവസം സഹോദരങ്ങൾ എല്ലാവരും ദൈവത്തെ അറിയുവാനും ദൈവികതയിൽ ജീവിക്കുവാനും മനുഷ്യർ എക്കാലവും ആഗ്രഹിച്ചിട്ടുണ്ട്. അനേകം രീതികൾ ശ്രമിച്ചിട്ടുണ്ട്. യേശുവിന് ദൈവാനുഭവം സഹോദരങ്ങൾ കൂടിയാണ്. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യൻ ഉദിപ്പിക്കുകയും നീതിയുള്ളവരുടെയും നീതിയില്ലാത്തവരുടെ മേൽ മഴ പെയ്യുകയും ചെയ്യുന്ന സ്വർഗസ്വനായ പിതാവിൻ്റെ മക്കളായിത്തീരും. സുവിശേഷത്തിലെ ധനിക യുവാവിൻ്റെ അന്വേഷണം പരിപൂർണമാകാൻ ഒരു എളുപ്പ വഴിക്ക് വേണ്ടിയായിരുന്നു. യേശു അവനോട് പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പോയി ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഇല്ലാത്തവരുമായി സ്വന്തം ജീവിതം പങ്കുവെക്കുന്നതാണ് ദൈവ അനുഭവം യേശുവിന്. എങ്ങനെയാണ് ദൈവസ്നേഹത്തിലേക്ക് വരിക? ക്രിസ്തു ശിഷ്യൻ ഉപമയിലെ നല്ല സമറിയാക്കാരനെ പോലെ ആയിരിക്കണം. അവർക്ക് അന്യരില്ല, അന്യമതക്കാരില്ല, അന്യവംശക്കാരില്ല, അന്യരാജ്യക്കാരില്ല, അന്യ രാഷ്ട്രീയക്കാരില്ല. എല്ലാവരും സഹോദരങ്ങൾ. തപസ്സിലൂടെയല്ല, അനുഷ്ഠാനങ്ങളുടെയല്ല, ധ്യാനങ്ങളിലൂടെയല്ല, സ്വജീവിതത്തിൽ സഹോദരൻ്റെ കുറവ് തിരിച്ചറിഞ്ഞ് പിതാവിനോട് അപേക്ഷിച്ച് അസാധ്യമായത് ദൈവം കൽപ്പിക്കുന്നത് നമ്മൾ അവ ദൈവസന്നിധിയിൽ ചോദിച്ച് വാങ്ങാനാണ്. അപ്പോഴാണ് നമ്മൾ സ്നേഹത്തിലേക്ക് കടന്നു വരിക. തൻ്റെ ലക്ഷ്യങ്ങളനുസരിച്ച് നിങ്ങളിൽ നല്ല ആഗ്രഹങ്ങൾ ഉണർത്തുന്ന ദൈവം അവയുടെ സാക്ഷാത്കാരത്തിന് നിങ്ങളിൽ പ്രവർത്തിക്കുന്നവനാണ്. പ്രാർത്ഥിക്കാം. ദൈവമേ, ഈശോയെ ആഴത്തിൽ അറിയുവാൻ, സ്നേഹിക്കുവാൻ, അടുത്ത് അനുഗമിക്കുവാനും എനിക്ക് കൃപ തരിക. ആമേൻ.